ഹായ് ഹലോ. നമ്മളിപ്പോൾ ഇതാ ഗോവയിലേക്ക് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് റൂമിൽ നിന്ന് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫസ്റ്റ് വന്നിരിക്കുന്നത് അഗോഡ ഫോർട്ടിലേക്കാണ്. നോർത്ത് ഗോവയിൽ തന്നെ അഗോഡ ഫോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല വെയിലായിരുന്നു. എന്താ പറയുക, നമ്മൾ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഒപ്പിച്ച് വെയിലിനൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് മൈൻഡിൽ വെക്കാണ്ട് അടിച്ച് പൊളിക്കുക എന്നുള്ള മൈൻഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു, ഓരോ ഫോർട്ടിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളിങ്ങനെ നോക്കുകയാണ്. അവിടെ ഇങ്ങനെ വലിയ ദേശീയ പതാക, നമ്മുടെ ദേശീയ പതാക ഇങ്ങനെ ഉയർന്ന് പാറി കാറ്റിലിങ്ങനെ പാറുമ്പോൾ നമുക്കൊരു രോമാഞ്ചമല്ലേ. അതൊക്കെ ഇങ്ങനെ ഐതൂട്ടന് കാണിച്ചു കൊടുക്കലും, അപ്പോൾ ഐതൂടെ ഇങ്ങനെ പ്രതിജ്ഞ ചൊല്ലല, ഇന്ത്യ എൻ്റെ രാജ്യം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പ്രതിജ്ഞ ചൊല്ലാൻ തുടങ്ങി. പിന്നെ ഇത് എക്കോ വരുന്ന സംഭവം. അപ്പോൾ ഇവൻ നിച്ചോട്ടനിങ്ങനെ കൂകി വിളിക്കുമ്പോൾ ആ സൗണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇതോട് ചോദിക്കുക, അച്ഛാ അതാരാ, പിന്നെ വേണ്ട ആരാ കൂവുന്നേ, അങ്ങനെയൊക്കെ ചോദിക്കുക. ആ ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ആ സ്പോട്ടിൽ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വന്നു. ശൃംഗേരിയും ബീച്ചാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ നമ്മൾ 2-3 ബീച്ചസ് അന്ന് തന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഐതൂട്ടിന് പിന്നെ ബീച്ച് കണ്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ മോൻ പിന്നെ ഹാപ്പി, ഡബിൾ ഹാപ്പി എന്ന് വേണേൽ പറയാം. അപ്പോൾ അവിടെ നിന്ന് കുറേ ഉഴുതു മറിച്ച് തിമിർത്ത് നമ്മൾ അടുത്ത സ്പോട്ട് പോയി. അങ്ങനെയൊക്കെ ആയിരുന്നു. നൈറ്റ് പിന്നെ നമ്മൾ ബാഗ ബീച്ചിലേക്കാണ് പോയത്. അവിടുത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാന്ന് പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ബാഗ ബീച്ചിൽ നൈറ്റ് പോവാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൈറ്റ് പോയി. നൈറ്റ് അടിപൊളിയായിരുന്നു, കുറേ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട്. പിന്നെ എന്തായിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത് ഞാനിവിടെ ഒരു സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ സൗത്ത് ഗോവയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പോയത് ഓൾഡ് ചർച്ചിലേക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. ഇതൊട്ടാണെങ്കിൽ ഫോട്ടോസ് എടുക്കുന്നതൊന്നും വലിയ താല്പര്യകക്ഷിയല്ല കാര്യത്തിൽ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, എങ്ങനെയൊക്കെയോ അവൻ 2-3 ക്ലിപ്സ് എടുത്തു. അങ്ങനെയൊക്കെ ഉള്ളിലാണെങ്കിൽ നമുക്ക് വീഡിയോസും ഫോട്ടോഗ്രാഫിയൊന്നും അലൗഡ് ആയിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത ടെമ്പിളിലേക്കാണ് പോയത്, മംഗ്വീഷി ടെമ്പിൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെയും നമ്മൾ കാലൊക്കെ കഴുകി ഉള്ളിലേക്ക് പോയി. അവിടെ നല്ല എന്താ പറയുക, നമുക്ക് അവിടുത്തെ ദൈവം ഇതാ അങ്ങനെയൊന്നും അറിയില്ലെങ്കിൽ കൂടെ നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ പോയത് നേരെ ബീച്ചിലേക്കായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്നത്തെ ഡേയും നമ്മൾ ഫുൾ ബീച്ച്, പിന്നെ ഒരു പഞ്ചിം സിറ്റി പോയി കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അതൊന്നും കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, അല്ലറ ചില്ലറ ക്ലിപ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അതിനെ പറ്റിയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ പാക്കേജ് എടുത്തു പോയതുകൊണ്ട് ഫുഡൊക്കെ ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് വേണേൽ പറയാം. താങ്ക്സ് ടു ഗോവ ഡയറീസ്.